ഹാഷ്മി നോക്ക്, അങ്ങനെ പറഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കാവുന്ന ഒരു വിഷയമാണ് ഉള്ളത്. നോക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ചാർജ്, ഒരു പോസ്റ്റ് കൊടുത്തിട്ട്, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹം നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന് ഈ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാൽ മുഴുവൻ ദേവസ്വവുമായിട്ട്, പ്രത്യേകിച്ച് ശബരിമല കേസിൽ ഉൾപ്പെടെയുള്ള ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അത് അദ്ദേഹത്തിന് ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇദ്ദേഹം വന്നിട്ട് കെ.വി. പ്രദീപ് വന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ മൊത്തം കാണേണ്ട, ഒളിച്ചു വെച്ചോന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതിലോട്ട് മുഴുവൻ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളത് എന്നും അതിനകത്ത് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നും ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ, നിലവിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നിലവിലെ വിചാരണ നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ പ്രതിയുടെ വക്കീലായിട്ടുള്ള ഇദ്ദേഹത്തിന് വാദിഭാഗത്തിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുക എന്നത് ചെറിയ കാര്യമാണോ? ഇത് അദ്ദേഹം വാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇദ്ദേഹം നേരിട്ടോ അല്ലാതെ വാദിക്കാതിരിക്കട്ടെ, ഇവിടെ വാദിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ആ കേസിന്റെ ഡീറ്റെയിൽസ്, നിലവിലെ ശബരിമലയിൽ ഏകദേശം 4.5 കിലോയോളം വരുന്ന സ്വർണം കളവ് പോയതിന്റെ, അത് ഉരുക്കിയെടുത്ത് വിറ്റു എന്ന് പറയപ്പെടുന്നതിന്റെ, ഇന്ന് നമുക്ക് കാണാമറയത്തായിട്ടുള്ള ഒന്നും കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാവാത്തതിന്റെ, ഈ കേസ് നിരവധിയായിട്ടുള്ള മുഴുവൻ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങി എന്നിരിക്കെ അതിന്റെ ഡീറ്റെയിൽസ് പ്രതികൾക്ക് കിട്ടാൻ പോവാന്ന്. അത് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇദ്ദേഹം അത്ര വലിയ മാന്യമാണ് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വക്കീൽ എന്ന് പറയുന്ന ആള് അതേ പങ്കജ് ഭണ്ഡാരിനെ ന്യായീകരിച്ച ആളല്ലേ? ഈ വിഷയങ്ങളൊന്നും ഒന്നും ഉണ്ടാകുന്നത് വക്കീൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അദ്ദേഹം പങ്കജ് ഭണ്ഡാരിയുടെയും സ്മാർട്ട് ക്രിയേഷന്റെ വക്കീലാണ്. സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷനെ പങ്കജ് ഭണ്ഡാരിയെയും പറഞ്ഞോട്ടെ, സ്വാഭാവികമായും പങ്കജ് ഭണ്ഡാരിയെയും സ്മാർട്ട് ക്രിയേഷനെയും ഡിഫെൻഡ് ചെയ്യാൻ ആ വക്കീൽ ബാധ്യസ്ഥനാണ്. ഇപ്പൊ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡർ ആയിരിക്കെ അദ്ദേഹം ഭണ്ഡാരിയുടെ വക്കീൽ പണിയെടുത്തോണ്ട് ചെയ്യും. ആ വക്കാൽ തൊഴിലേ, വക്കാൽ തൊഴിയുമ്പോൾ ആ ലീഗൽ ബന്ധം അവിടെ അവസാനിക്കില്ലേ? അത് പ്രൊഫഷണല്ലേ? അല്ല, എങ്കിലും അവർ തമ്മിലുള്ള ബന്ധം, എനിക്ക് അതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള എനിക്കൊരു ക്ലാരിറ്റി വേണം. പക്ഷെ എങ്കിലും അവർ തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കുമോ? അതായത് നോക്കൂ, മിനിയാന്ന് വരെ കക്ഷി വക്കീൽ ബന്ധമാണെങ്കിൽ അവസാനിക്കും. ആയിക്കോട്ടെ, മിനിയാന്ന് വരെ ഈ പറയുന്ന കെ.വി. പ്രദീപൻ ആരുടെ വക്കീലാ? ഈ പങ്കജ് ഭണ്ഡാരിയുടെ വക്കീലാണ്. ഇന്ന് ആരുടെ വക്കീലാ? ദേവസ്വത്തിന്റെ വക്കീലാ. ഇന്നലെ ആരാ? ദേവസ്വത്തിന്റെ വക്കീലാ. ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിനാണ്. ആ ഒറ്റ ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ആകെ മാനസാന്തരപ്പെട്ടിട്ട് സ്വർണ്ണക്കൊള്ളക്കാരെ മൊത്തം ജയിലിലടയ്ക്കാൻ വേണ്ടി അദ്ദേഹം വാദിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം ഹാഷ്മി. ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ള ബന്ധത്തോടെ വിച്ഛേദിക്കപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ ഹാജരാകാൻ വേണ്ടി പറ്റില്ലായിരിക്കും. പക്ഷേ സാങ്കേതികമായിട്ട് നിങ്ങൾ നോക്കുക, ആ കേസ് അവസാനിച്ചിട്ടുണ്ടോ ഇല്ല, വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. ആ കേസിൽ ഇത്ര കാലം ഈ പറയുന്ന കെ.വി. പ്രദീപൻ ആരുടെ വക്കീലായിരുന്നു? ഭണ്ഡാരിയുടെ വക്കീലായിരുന്നു. അതായത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പ്രതിക്ക് വേണ്ടിയിട്ട് വാദിച്ച വക്കീലിനെ ഒറ്റയടിക്ക് വാദികളുടെ മുഴുവൻ കേസ് ഫയലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടേക്കാണ് ഈ സംസ്ഥാന സർക്കാർ. അവിടെയാണ് ഹാഷ്മി പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ശബരിമല പോലെ, അതാണ് ഞാൻ പറഞ്ഞത്, ശബരിമല വിഷയം എന്ന് പറയുന്നത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ ഭക്തജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ല എന്തായാലും, ഇന്നും കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് അറിയാമോ എവിടെയാണ് ഉരുക്കിയെടുക്കപ്പെട്ടിട്ടുള്ള സ്വർണം? ഒരു പൊടി പോലും, ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കാശ്മീർ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നത്. ഇവിടെയാണ്. ഇവിടെ CPM-ന് വലിയ പരാതിയാണല്ലോ, കോൺഗ്രസ് പാർട്ടി അവരെ അംഗീകരിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അവരെ പറ്റിയിട്ട് കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഈ ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ യാഥാർത്ഥ്യത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നേ. ഒന്ന് CPM ഭരിക്കുന്ന അല്ലെങ്കിൽ LDF ഭരിക്കുന്ന കാലത്ത്, ആ സമയത്ത് മുഴുവൻ പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. രണ്ടാമത് എന്താ നോക്കുന്നത്? ആ കേസിന്റെ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികളുടെ തന്നെ വക്കീലിനെ കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവച്ചു. ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ കേസിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? അവിടെയല്ലേ കാശ്മീർ എൻ്റെ അടുത്ത ചോദ്യം. എന്താ CBI അന്വേഷണം എന്നുള്ള ഇവരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോയത്? എന്താ ചോദ്യങ്ങളാണ് ഇതൊക്കെ? അതാണ് ചോദിക്കുന്നത്. ഉറപ്പായും ഒരു പൊളിറ്റിക്കൽ മാർജിൻ ഉണ്ട്. പക്ഷെ അതൊക്കെ ചോദ്യമാണ്, രാഷ്ട്രീയ മാർജിൻ ഉണ്ടെങ്കിലും. താങ്കൾ പറഞ്ഞതും സജീഷ് പറഞ്ഞതും എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് ആക്സസ് ചെയ്ത് ഫയല് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ആരുടെ വക്കീലാണ്? അവിടെയാണ്, സാധാരണ ഒരാളല്ല. അവിടെയാണ് കാശ്മീരിന്റെ, അതായത് നൈതികമായിട്ടും ആയിട്ടുമുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ആയിരക്കണക്കിന് വക്കീലന്മാർ അവരുടെ കൂടെ ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ തന്നെ എന്തിനു സെലക്ട് ചെയ്തു? ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞെന്താണ്, അദ്ദേഹം ഒരു പ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ വക്കീലാണെന്നാണ്. കെ മുരളീധരൻ പറഞ്ഞ ന്യായം എന്താ? പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന വക്കീലാണല്ലോ. കെ മുരളീധരൻ ജെയിംസ് ബോണ്ടാ. അവിടെ പോയിട്ട് പ്രതിയുടെ ദൗർബല്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞു വിട്ടിട്ട് അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്ത് ഇവിടെ വന്നിട്ട് എല്ലാ പ്രതികളെയും പിടിച്ചിട്ട് അകത്തിട്ടോ മുഴുവൻ തൊഴിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അകത്തിടാൻ വേണ്ടിയിട്ട് പോവാണോ? ഇതൊക്കെ ഇവർ എന്ത് വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്? ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ജനങ്ങളെ, നമ്മളെ കളിയാക്കുന്ന വാദങ്ങളല്ലേ?
ഒരു തർക്കവും കരുതില്ല. അതൊക്കെ കളിയാക്കുന്ന വാദങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ കെ മുരളീധരൻ എന്റെ സമയം കഴിയണം, അതുകൊണ്ടാണ് ഇപ്പൊ കെ മുരളീധരൻ പറയാണ്, ഇപ്പോൾ അയാൾ പ്രതിഭാഗത്ത് നിന്ന് വക്കീലാണോ, ആ പക്ഷത്ത് നിന്ന് വക്കീൽ ഈ പക്ഷത്തേക്ക് വരുമ്പോഴേക്കും ആ പക്ഷത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമെന്നുള്ളതാണ്. ഈ പക്ഷത്തേക്ക് വന്നു എന്നത് കെ മുരളീധരൻ എന്താ ഉറപ്പ്? നിയമിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ കള്ളന്റെ കള്ളിയിൽ നിൽക്കുന്ന പ്രതിഭാഗം നിൽക്കുന്ന ആ പക്ഷത്ത് നിന്നും ഈ പറഞ്ഞ പോലീസിന്റെ കള്ളിയിലേക്ക് ഈ അഭിഭാഷകൻ വന്നു എന്ന് എന്താ ഉറപ്പ്? അത് തിരിച്ചാവാലോ, അതാ ചോദിക്കുന്നത്. അതെ, അത് തിരിച്ചാവാലോ. വി.ഡി. സതീശന്റെ ചാർട്ടർ ഫ്ലൈറ്റിൽ റജികുമാർ എന്ന് പറയുന്ന ഈ കേസിൽ ചോദ്യം ചെയ്ത ആൾ മാത്രം എങ്ങനെ വന്നു എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരേണ്ടതുണ്ട്. റജികുമാർ എന്ന് പറയുന്ന SIT ചോദ്യം ചെയ്ത ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചോദ്യം ചെയ്ത ആൾ എങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അദാനിയുടെ പ്രസിഡന്റിനെ കാണാൻ വേറെ ആരെയും കിട്ടിയില്ലേ? സതീശന് മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. BJP നേതാക്കന്മാരെ കാണാനൊന്നും പോയിട്ടില്ല സതീശൻ. അവിടെ അങ്ങനെ അതിന്റെ ഇടയ്ക്കൊരു ഇത് നിങ്ങൾ നടത്തണ്ട. നിങ്ങൾ രണ്ടും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിനകത്ത് വെറുതെ BJP ചേർക്കണ്ട. സതീശൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ കാണാൻ വേണ്ടി ഒരു BJP നേതാവിനെ കാണാനൊന്നും പോയിട്ടില്ല. അത് നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകച്ചവടം നിങ്ങൾ